ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് പോയിൻറ്റ്, അവൻ ആപ്പിൾ കഴിക്കുന്നു. ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഹീ ഈറ്റ്സ് ആൻ ആപ്പിൾ. അപ്പം ഈറ്റ് എന്ന് വെച്ചാൽ കഴിക്കുക. അപ്പം ഇവിടെ കഴിക്കുന്നു എന്നാണ്. അപ്പം ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം അവൻ ആപ്പിൾ കഴിക്കുന്നു. ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഈറ്റിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തു? അപ്പം ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് കാണും, ഹി ഈറ്റ് ആൻ ആപ്പിൾ എന്ന് എഴുതി കൂടെ, എന്തുകൊണ്ടാണ് ഇവിടെ ഹി ഈറ്റിൻ്റെ കൂടെ എസ് എഴുതിയത്? ഇങ്ങനെ ഡൗട്ട് കാണുമായിരിക്കും. അപ്പം ഞാൻ പറയുകയാണ് എന്തുകൊണ്ടാണ്. ഓൾറെഡി നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും നമുക്ക് ഓർത്ത് വെച്ചേക്കുക, നമ്മളെപ്പോഴും സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് എന്താ? ഹീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സിംഗുലാർ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മളെപ്പോഴും ഈ സബ്ജക്റ്റിന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും വെർബിൻ്റെ കൂടെ ഈറ്റാണ് വെർബ്. അപ്പം വെർബിൻ്റെ കൂടെ നമുക്ക് എസ് ഓർ ഇ എസ് നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇവിടെ അപ്പോൾ എപ്പോഴും ഓർക്ക് സബ്ജക്റ്റ് നോക്കുക. അപ്പോൾ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെർബിൻ്റെ കൂടെ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പം ഇവിടെ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ, പ്ലൂറൽ എന്ന് വെച്ചാൽ എന്താ, വി ദേ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാതെ എഴുതാം കേട്ടോ. അപ്പോൾ ഇത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതാണ് വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ്. അപ്പം ഈ ഇ എസ് എവിടെ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ഇ എസ് എവിടെ ആഡ് ചെയ്യേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഗോ ആണെന്ന് വെച്ചോ. അപ്പം ഗോയുടെ കൂടെ ജി ഒ അല്ലേ. അപ്പം നമ്മൾ ഗോയുടെ കൂടെ ജി ഒ എസ് എന്ന് എഴുതാൻ പറ്റില്ല. അപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പം ജി ഒ ഇ എസ് എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എസ് ഓർ ഇ എസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇ എ ടിയുടെ കൂടെ ഇ എസ് നമുക്ക് എഴുതാൻ പറ്റില്ല, എസ് ആണ് മാച്ചിങ്, ഈറ്റ്സ്. അപ്പം അല്ലെങ്കിൽ അത് മിസ്റ്റേക്കാണ്, നമ്മൾ ഇ എസ് എഴുതിയ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എസ് ഓർ ഇ എസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഓർക്കുക, സബ്ജക്റ്റ് നോക്കുക. സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ, പിന്നെ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വേറെ എന്താ പറയാനുള്ളത്? വേറെ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ആൻ എഴുതിയത്? ആപ്പിളിൻ്റെ മുമ്പിൽ ആൻ എഴുതിയത്. അപ്പം അത് നമുക്ക് പറയാം. നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ക്ലാസ്സിൽ. അത് ഞാൻ ഈ ഒരു ക്ലാസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കാം. ഇതിൻ്റെ AEIOU നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം AEIOU ഇതിൽ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം ഇവിടെ ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണ്? എയിലാണ്. അപ്പം എയിൽ ആപ്പിൾ സ്റ്റാർട്ട് ചെയ്തു, ഇയിൽ എലിഫൻറ്റ്. അപ്പം ഐ വെച്ചിട്ട് എന്താ? ഐ വെച്ചിട്ട് ഇപ്പം ഐസ്ക്രീം. ഓ വെച്ചിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യാനാ? ഓ വെച്ചിട്ട് എന്താ? ഇപ്പം ഓറഞ്ച്. യു ആണെങ്കിൽ അംബ്രല്ല. അപ്പം ഈ AEIOU സ്റ്റാർട്ട് ചെയ്യണ എന്തുണ്ട്? അതിൻ്റെ എല്ലാം മുമ്പിൽ നമുക്ക് ഞാനൊരു പെട്ടെന്നുള്ളൊരു വഴി പറഞ്ഞു തരാണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് AEIOU ഓർത്ത് വെച്ചിരുന്ന് നമുക്ക് എപ്പോഴും ഈ AEIOU എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണ ആദ്യമേ. ഇപ്പം ഈ വെച്ചാണെങ്കിൽ നമുക്ക് ഇവിടെ ആൻ എഴുതാം, ഐ വെച്ചാണെന്നെങ്കിൽ ആൻ എഴുതാം. അങ്ങനെ മനസ്സിലായി കാണുന്നു വിചാരിക്കണം. അപ്പം ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇങ്ങനെയുള്ള വേർഡ്സ്, ഈ സ്റ്റാർട്ടിങ് വേർഡ്സ് AEIOU വരുന്നിടത്ത് നമുക്ക് ആൻ യൂസ് ചെയ്ത് എഴുതാം. അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മൾ എന്താ എഴുതിയത്? അവൻ ആപ്പിൾ കഴിക്കുന്നു. ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ. അപ്പം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് പാസ്റ്റ് ടെൻസ് ആണ്. അവൻ ആപ്പിൾ കഴിച്ചു. അപ്പോൾ തൊട്ട് നമ്മൾ പഠിച്ചത് എന്താ? അവൻ ആപ്പിൾ കഴിക്കുന്നു എന്നാണ്. അപ്പം ഇത് അവൻ ആപ്പിൾ കഴിച്ചു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ഇവിടെ കഴിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈറ്റ്. ഇവിടെ കഴിച്ചു എന്നായതുകൊണ്ട് നമ്മൾ ഈ ഈറ്റിനെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. അപ്പം അവൻ ആപ്പിൾ കഴിച്ചു, ഹീ. അപ്പം ഈറ്റിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണെന്ന് ഇവിടെ ആദ്യമേ എഴുതാം. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പം ഇതാണ് ഈറ്റിൻ്റെ 3 ഫോംസ്. അപ്പം നമുക്കിവിടെ ഏതാണ് നമ്മളിവിടെ എഴുതാൻ പോകണമെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാം. അവൻ ആപ്പിൾ കഴിച്ചു, ഹീ. ഈറ്റ് വരുമോ, ഏറ്റ് വരുമോ, ഈറ്റൻ വരുമോ? അപ്പം ഇത് ഓൾറെഡി അറിയാമായിരിക്കും നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് ക്ലിയറാക്കി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പം ഇവിടെ ഈറ്റ് എന്ന് വെച്ചാൽ ഇതൊരു പ്രസൻറ്റ് ഫോമാണ്. അപ്പം ഈറ്റ് ഒരിക്കലും വരില്ല. കാര്യം ഈറ്റ് പ്രസൻറ്റ് ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ നേരത്തെ. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്യുക, ഈറ്റ് വരില്ല. അപ്പം ഈറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് ഏറ്റും ഉണ്ട്, ഈറ്റനും ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ സെക്കൻഡ് ഫോമായ ഏറ്റാണ് എഴുതാൻ പോണത്. അപ്പം ഈറ്റനും നമ്മളെല്ലാം എഴുതുന്നത്, നമ്മൾ ഈറ്റനും എഴുതുന്നില്ല, നമ്മളതും ക്രോസ് ചെയ്തു. ഏറ്റാണ് ഞാൻ ടിക്ക് ചെയ്ത്, കാര്യം ഏറ്റാണ് ഇവിടെ എഴുതാൻ പോണത്. അവൻ ആപ്പിൾ കഴിച്ചു, ഹി ഏറ്റ്.
ഹി ഏറ്റ് ഇവിടെ നമ്മൾ ആൻ യൂസ് ചെയ്യും. കാര്യം എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചു AEIOU സ്റ്റാർട്ട് ചെയ്യണ വേർഡിൻ്റെ മുമ്പിൽ നമുക്ക് ആൻ എഴുതാം. ഇതൊരു ഈസി മെത്തേഡിൽ പറയുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹി ഏറ്റ് ആൻ ആപ്പിൾ. അപ്പം പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരാപ്പിളേ ഉള്ളൂ, അതുകൊണ്ടാണ് ആപ്പിളിന് എഴുതുന്നത്. ഇപ്പോൾ കുറേ ആപ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ആപ്പിൾസ് എന്ന് എഴുതാമായിരുന്നു കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പം അവൻ ആപ്പിൾ കഴിച്ചു. ഹി ഏറ്റ് ആൻ ആപ്പിൾ. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ ഏറ്റ് ആണ് വെർബ്. പിന്നെന്താ, അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. അവൻ ആപ്പിൾ കഴിച്ചു. ഹി ഏറ്റ് ആൻ ആപ്പിൾ. ഹി ഏറ്റ് ആൻ ആപ്പിൾ. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് തന്നെ എങ്ങനെ നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അവൻ ആപ്പിൾ കഴിക്കും. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് അവൻ ആപ്പിൾ കഴിച്ചു എന്നാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് പഠിച്ചത്. അതിന് മുമ്പ് നമ്മൾ പഠിച്ചത് എന്താ, അവൻ ആപ്പിൾ കഴിക്കുന്നു. അപ്പം ഇത് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് പഠിക്കുന്നത്. അവൻ ആപ്പിൾ കഴിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പം ഇവിടെ കഴിക്കുമെന്നാണ്, കഴിക്കുക, ഈറ്റ്. അപ്പോൾ കഴിക്കുമെന്നാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൻ ആപ്പിൾ കഴിക്കും. ഹീ. അപ്പം ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ നമ്മൾ എന്താണ് എക്സ്ട്രാ, നേരത്തെ സെൻറ്റൻസ് ഒന്നും ചേർക്കാത്ത ഒരു വേർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ പറയുകയാണ് കേട്ടോ. ഹീ വിൽ, നമ്മൾ വിൽ യൂസ് ചെയ്തു. എപ്പോഴും ഓർക്കുക, ഒരു ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ നമുക്ക് വിൽ യൂസ് ചെയ്ത് എഴുതാം. ഹീ വിൽ ഈറ്റ്. അപ്പം ഈറ്റ് എന്നുള്ളത് നമുക്ക് ഈറ്റിന് ചേഞ്ച് വരത്തില്ല. ഈ ഒരു പ്രസൻറ്റ് ഫോമിൽ തന്നെ നമ്മൾ ഈറ്റ് എഴുതുന്നു. കാര്യം ഇവിടെ ഓൾറെഡി ഫ്യൂച്ചർ ടെൻസ് ആണ്, നമുക്ക് ഏറ്റിന് എഴുതേണ്ട ആവശ്യമില്ല. ഏറ്റൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്. കഴിച്ച് കഴിഞ്ഞ കാര്യമല്ലേ. അപ്പം ഈറ്റിന് ഒരു മാറ്റവും വരത്തില്ല, ഈറ്റിന് തന്നെ എഴുതിയാൽ മതി. പക്ഷേ ഈറ്റിൻ്റെ മുമ്പിൽ നമുക്ക് വിൽ യൂസ് ചെയ്തിട്ട് എഴുതാം. എപ്പോഴും ഓർക്കുക, ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ നമുക്ക് വിൽ യൂസ് ചെയ്തിട്ട് എഴുതാം. ഹി വിൽ ഈറ്റ് ആൻ ആപ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ആൻ എഴുതി. എപ്പോഴും ഓർക്കുക ആൻ എഴുതാൻ കാരണം, എപ്പോഴും ഓർക്കുക, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ 3 ഞാൻ ആൻ എഴുതി. ഇപ്പോൾ വേറെ ഏത് സെൻറ്റൻസിൽ ആൻ എഴുതാം, അങ്ങനെയല്ല. എപ്പോഴും കാര്യം ഇവിടെ ആപ്പിളിൻ്റെ ഫ്രണ്ടിൽ എ വന്നുകൊണ്ടാണ്. അത് ജസ്റ്റ് ഒന്നും കൂടെ പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡൗട്ട് തോന്നും. കാര്യം ഈ ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് എ അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. AEIOU ജസ്റ്റ് എഴുതിയേക്കാം. AEIOU. അപ്പം ഇവിടെ എ വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആൻ എഴുതുന്നത്. ഇപ്പം വെച്ചിട്ടാണ് എലിഫൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ആൻ എഴുതാമായിരുന്നു. ഇപ്പം ഐസ്ക്രീം ആയിരുന്നെങ്കിലും ഇവിടെ യു എഴുതിയില്ല, AEIOU എന്നാണ്. ഇപ്പം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ആൻ എഴുതാം. O വെച്ചിട്ട് ഓറഞ്ച് ആണെങ്കിൽ ആൻ എഴുതാം. U വെച്ചിട്ട് അംബ്രല്ല ആണെങ്കിലൊക്കെ ആൻ എഴുതാം. അപ്പം ഇങ്ങനെയുള്ള വേർഡ്സിൻ്റെ മുമ്പിലാണ് നമ്മൾ ആൻ യൂസ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇവിടെ എന്താ നമ്മൾ എഴുതി, അവൻ ആപ്പിൾ കഴിക്കും. ഹി വിൽ ഈറ്റ് ആൻ ആപ്പിൾ. അപ്പം മറക്കണ്ട, നമ്മൾ ആകെ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇന്ന്. പ്രസൻറ്റ് ടെൻസിൽ എന്താ, ഇത് ഫ്യൂച്ചർ ടെൻസ് അല്ലേ. അവൻ ആപ്പിൾ കഴിക്കുന്നു എന്നാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ പഠിച്ചത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയത്, നമ്മൾ ഓൾറെഡി ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം. അവൻ ആപ്പിൾ കഴിക്കുന്നു. അപ്പം നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്, നമ്മൾ എഴുതിയത് ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ. അപ്പം അവിടെ മാത്രമാണ് ഈറ്റിൻ്റെ കൂടെ എസ് യൂസ് ചെയ്തത്. അപ്പം ഓൾറെഡി ആ ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് ഈറ്റിൻ്റെ കൂടെ എസ് യൂസ് ചെയ്തത്. അപ്പം അത് ഒരു പാസ്റ്റ് ടെൻസ് ആകുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എങ്ങനെ എഴുതിയത്, അവൻ ആപ്പിൾ കഴിച്ചു. അപ്പം നമ്മൾ എങ്ങനെ എഴുതി, ഹി ഏറ്റ് ആൻ ആപ്പിൾ എന്ന് എഴുതി. അപ്പം ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം അവൻ ആപ്പിൾ കഴിക്കുമെന്നാണ് നമ്മളിവിടെ വിൽ യൂസ് ചെയ്തത്. ഹി വിൽ ഈറ്റ് ആൻ ആപ്പിൾ. അപ്പം ഈറ്റിനൊരു ചേഞ്ചും വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എഴുതിയത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ ഫ്രണ്ട്സ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.